ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 167 ആശിച്ച പഴം. ഭാഗം 167 ആശിച്ച പഴം ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു പിൽക്കാലത്ത് ജസ്റ്റിസ് ആയിത്തീർന്ന കെ സദാശിവൻ. ഒരു ദിവസം രാവിലെ അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വന്നു. സദാശിവൻ നേരത്തെ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അമ്മ വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൊതിമൂത്ത് നിന്ന സദാശിവൻ അതിൽ നിന്നൊരു അപ്പം എടുക്കുവാൻ തുനിഞ്ഞു. അത് കണ്ടിട്ട് അമ്മ ചട്ടുകം കൊണ്ട് ഒരടി കൊടുത്തു. അതിലുള്ള പ്രതിഷേധവും ലജ്ജയും കൊണ്ട് അന്ന് യാതൊന്നും കഴിക്കാതെ സദാശിവൻ സ്കൂളിലേക്ക് പോയി. ആ നേരത്ത് സ്കൂൾ തുറന്നിട്ടില്ലായിരുന്നു. അന്ന് ശിവഗിരിയിലേക്കുള്ള തോടിനടുത്തായി കൊച്ചുരാമൻ എന്നൊരാൾ ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ പുട്ടും പയറും കേൾവി കേട്ടതായിരുന്നു. സ്കൂളിലെ അധ്യാപകൻ ഗോപാലപിള്ള സാറ് അതിനെപ്പറ്റി പലപ്പോഴും പ്രശംസിച്ച് പറയുന്നത് സദാശിവൻ കേട്ടിട്ടുമുണ്ടായിരുന്നു. വിശപ്പ് അധികമായപ്പോൾ സദാശിവൻ ആ കടയുടെ മുന്നിലെത്തി നിന്നു. പുട്ട് വാങ്ങി തിന്നാൻ സദാശിവൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൂരെ നിന്ന് ഒരു ചാന്നാനും ചാന്നാട്ടിയും ഗുരുദേവ ദർശനത്തിനായി വന്നു ചേരുന്നത് കണ്ടു. അവർക്ക് പിന്നിലായി ഒരു ബാല്യക്കാരനും വന്നിരുന്നു. അയാളുടെ തലയിലിരുന്ന കുട്ടയിൽ ഗുരുദേവന് സമർപ്പിക്കുന്നതിനായുള്ള പലതരം പഴങ്ങളിൽ കപ്പപ്പഴത്തിൻ്റെ വലിയൊരു കുലയും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു പഴം കിട്ടിയിരുന്നെങ്കിലെന്ന് സദാശിവൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തോടെ സദാശിവൻ പർണശാലയ്ക്കടുത്ത് ചെന്ന് മറഞ്ഞു നിന്നു. ഗുരുദേവൻ അപ്പോൾ പർണശാലയ്ക്ക് വെളിയിലുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഒരു സന്യാസിയെ വിട്ട് ഗുരുദേവൻ സദാശിവനെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഗുരുദേവൻ, എന്താണ് ഇന്ന് ഇത്ര നേരത്തെ വന്നത്? കുട്ടികളെല്ലാവരും വന്നില്ലല്ലോ? ഗുരുദേവൻ വീണ്ടും ചോദിച്ചു. നന്നായി വിശക്കുന്നുണ്ട് അല്ലേ? വിശപ്പുണ്ടെന്നുള്ള അർത്ഥത്തിൽ സദാശിവൻ തലകുലുക്കി. ഗുരുദേവൻ, അമ്മയോട് പിണങ്ങിയാൽ വിശക്കും അല്ലേ? സദാശിവൻ അതിശയപ്പെട്ട് നോക്കിയപ്പോൾ ഗുരുദേവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആട്ടെ, ആശിച്ച കപ്പപ്പഴം ഏതുവരെ ആയി എന്ന് നോക്കൂ. അപ്പോഴേക്കും ചാന്നാനും ചാന്നാട്ടിയും പർണശാലയിലെത്തിയിരുന്നു. അവർ നമസ്കരിച്ച ശേഷം ബാല്യക്കാരൻ്റെ തലയിൽ നിന്നും കുട്ടയിറക്കി അതിലെ പഴങ്ങൾ തൃപ്പാദങ്ങൾക്ക് കാഴ്ചവെച്ചു. ഉടനെ ഒരു സന്യാസിയോടായി ഗുരുദേവൻ കൽപ്പിച്ചു, ആ കപ്പപ്പഴമെടുത്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കണം. അങ്ങനെ അതിൽ നിന്ന് ആശിച്ച പഴം സദാശിവന് കിട്ടി. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 167 ആശിച്ച പഴം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.